കുഞ്ഞിനെ പുറവശത്തൂടെ പിടിച്ച് കഴുത്തിന് കത്തി വെച്ച് വരഞ്ഞ് കൊല്ലാനായിട്ട്. അത്ര ക്രിമിനൽ. ഞങ്ങൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവർക്കും പേടി. നിങ്ങൾ തീരുമാനിച്ച് ഒപ്പുചേർന്നവർ നടത്തി പക്ഷേ നടക്കത്തില്ല. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കത്തേ ഉള്ളൂ, അത് വേറെ കേസൊന്നുമില്ല. പേടിയാണോ? പേടിച്ച് എത്ര ജീവിക്കാൻ പറ്റും? എന്തിനാ പേടിക്കുന്നവരെ? മുന്താസിന് എല്ലാവർക്കും പേടിയാണോ? ഇനിയും തിരിച്ച് വരുമ്പോ പേടിയുണ്ടോ? ഇനിയിപ്പം അവൻ തിരിച്ചു പിന്നെ പേടിയുണ്ട്, ഇപ്പോഴും പേടിയുണ്ട്. അവൻ ഇറങ്ങുമെന്നുള്ള കാര്യം കൊണ്ട് പേടിയുണ്ട്. തിരിച്ചു വരുന്ന ഉപദ്രവിക്കാൻ പേടിയുണ്ടോ? അവൻ അത് അറിയാനൊക്കത്തില്ല. ഞാനിപ്പോ എന്റെ മോൻ്റെ അങ്ങോട്ട് പോയാൽ പുറകിനൂടെ വന്ന് എന്തെങ്കിലും ചെയ്താൽ അറിയാനൊക്കൂ. അങ്ങനെയുള്ള തിരിച്ചു ആക്രമിക്കാൻ പേടിയുണ്ട്. പിന്നെന്തോ നമ്മളെ അറിയത്തില്ലല്ലോ. നിങ്ങൾക്ക് പേടിയുണ്ടോ? എനിക്ക് പേടിയുണ്ടോ? ഷഹനാസ് ഒന്ന് കേട്ടാൽ ചവറ വട്ടത്ര ഗ്രാമക്കാർ ഒന്ന് നടുങ്ങും. ഷഹനാസ് നാട്ടിലുണ്ടെങ്കിൽ സ്ത്രീകളാരും പുറത്തിറങ്ങാറില്ല. കുട്ടികൾ ഓടി ഒളിക്കും. പുരുഷന്മാർ നേരത്തെ വീട്ടിൽ കയറും. ആകെ ഒരു ശ്മശാന മൂകതയായിരിക്കും എങ്ങും. വെറും 26 വയസ്സുള്ള ഈ പീറ പയ്യനെ എന്തിനായിരിക്കും നാട്ടുകാർ ഇത്ര ഭയക്കുന്നത്? ആരും പേടിച്ചു പോകും. അമ്മാതിരി പണികളല്ലേ അവൻ കാണിച്ചു കൂട്ടിയത്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി എത്രയെത്ര കേസുകൾ. ഒടുവിൽ അവൻ ചെയ്ത പണി എന്താണെന്നോ? പാല് കൊടുത്ത കൈക്ക് തന്നെ അവൻ കടിച്ചു പറിച്ചു. അവന്റെ സ്വന്തം അമ്മൂമ്മയെ തന്നെ കൊലപ്പെടുത്തി കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച് കടന്നു കളഞ്ഞു. സുലേഖ ബീവി എന്ന 63-കാരി ഇവന്റെ എല്ലാമായിരുന്നു. ഇവനെ വളർത്തിയത്, ആഹാരം കൊടുത്തത്, അങ്ങനെയെല്ലാം. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് അവൻ മറന്നു. ഇനി എന്തിനാണെന്നോ സ്വന്തം അമ്മയുടെ അമ്മയെ കൊലപ്പെടുത്തിയത്? ഈ ഒരു ചെറിയ കാര്യത്തിനു വേണ്ടി. എന്റെ ബാപ്പാടെ അനിയന്റെ ഭാര്യയായിരുന്നു മരിച്ചത്. പാവം സ്ത്രീ ആയിരുന്നില്ലേ? എന്നിട്ട് ഇത്രയും കൊല്ലാനുള്ളൊരു മനസ്സാക്ഷിയൊക്കെ എങ്ങനെ വരും അല്ലേ? ഞങ്ങള് സഹകരിക്കണോ ആരുമായിട്ട്? മിണ്ടത്ത് പോലും ഇല്ല. ഇവരെ കാണുമായിരുന്നു അമ്മയും അമ്മൂമ്മയും കൊച്ചുമനെ. മിണ്ടത്തില്ല. ഞാനല്ലേ പോകുമ്പോ അവരെ നോക്ക്, അവനിരിക്കുന്നോണ്ട് മിണ്ടത്തില്ല. കൊച്ചുമാടെ അടുത്ത് എന്റെ ഇളയ മോന്റെ കഴുത്തെ കത്തി കൊണ്ടുവച്ച് ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് പരാതിപ്പെട്ട് അങ്ങനെ അത് ഒത്തീർപ്പാക്കി ഞങ്ങൾ വേണ്ടാന്ന് വെച്ച്. ഇവനെല്ലാവർക്കും പേടിയാന്ന്. ഇവിടെ പേടിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മക്കളെ. അന്നേരം ഇതുപോലെ വന്ന് ഉച്ച സമയത്തായിരുന്നു, 12 മണി സമയത്ത്. അങ്ങനെ വന്ന് ഉമ്മ വന്ന് അവനെ അങ്ങ് പിടിച്ചോണ്ട് പോയി. ആളെല്ലാം അമ്മ വന്ന് പിടിച്ചോണ്ട് പോയി. അത് കഴിഞ്ഞ് രാത്രി 10:30 ആയപ്പോൾ മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. കറണ്ടും ഒന്നും ഇല്ലായിരുന്നു. ഞാനും ഇളയ മോനും മാത്രമേ ഉള്ളായിരുന്നു, അവൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ. അങ്ങനെ അവന് മതിലിൻ്റെ ചാടി അങ്ങ് സിറ്റൗട്ടിനകത്ത് കയറി. ഞാൻ ഇളയ മോനെയും കൊണ്ട് ഞങ്ങളങ്ങ് ഓടി പെരക്കകത്ത് കയറി കതവിന് കുറ്റിയിട്ട് അതും അങ്ങ് പൂട്ടിയപ്പോൾ അവൻ ആവശ്യമില്ലാത്ത ചീത്ത ഇത്ര എന്നെ വിളിച്ചു. അല്ല നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രശ്നമാണ് അല്ലയോ? ഞങ്ങളുടെ 2 വീട്ടില്. പിന്നെ ബാക്കിയുള്ള വീട്ടുകളിലൊക്കെ ചെല്ലുന്നതായിരിക്കും എന്തോ നമുക്ക് മോനെ അറിഞ്ഞുകൂടാ. നിങ്ങളെല്ലാം കേസ് കൊടുത്തിട്ടുണ്ടോ? ഞങ്ങള് കേസ് 2 എണ്ണത്തിലും കേസ് കൊടുത്തായിരുന്നു. പോലീസ് കൊണ്ടുപോകും. അവനെ പിറ്റേന്ന് വിടുകയും ചെയ്യും. ഉമ്മ എന്ന് ഭ്രാന്താന്നും പറഞ്ഞ് ഉമ്മയാണ് ഇതിന് കൂടെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചോണ്ട് ഉമ്മ പോവും. ഉമ്മ പിറ്റേന്ന് ഇറക്കി വിടും. ഭ്രാന്തുണ്ടോ? അത് നമുക്കറിയാൻ വയ്യ. ഉമ്മ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുവരും ഭ്രാന്താന്നും പറഞ്ഞു. അങ്ങനെ 2 അനുഭവം നമുക്ക് കഴിഞ്ഞ്. അന്ന് തൊട്ട് ഞങ്ങൾക്ക് പേടിയാ. ഈ ഒരു സംഭവം ആയപ്പോഴത്തേക്ക് കൂടുതൽ നെട്ടലായി. എന്താന്ന് വെച്ചാൽ വളർത്തിയ തള്ളയാ. മുന്താസ് അല്ല അവനെ വളർത്തിയത്. ഈ 2 ആമക്കളെയും വളർത്തിയത് അമ്മാച്ചനും ആ തള്ളയും കൂടെ കിട്ടുന്ന ഇത്രയും കൊടുത്ത് വളർത്തിയത്. അങ്ങനെ അവരെ ചെയ്യാമെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെ ചെയ്യാതിരിക്കും മക്കളെ. അതുകൊണ്ട് എന്തോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ സംഭവത്തിന് ഇല്ലാതെ ഈ കൊച്ചു വിളിച്ച് എന്നെ ഞങ്ങളെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ഞാനിവിടെ പിന്നെ CC ക്യാമറ ഉണ്ട്. അപ്പോൾ അങ്ങനെ അകത്തുനിന്ന് ക്യാമറ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ആൾക്കാർ, അന്ന് ഇപ്പോഴത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ആൾക്കാർ പോകുന്നതെന്ന് വിചാരിച്ച്. പിന്നെ 1-2 പേര് ഇവരുടെ വീട്ടിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇനി ഇലക്ഷൻകാരും വല്ലതും ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആംബുലൻസ് വന്നു നിന്ന്. ആംബുലൻസ് മറ്റേ ഇപ്പോൾ ഈ പറഞ്ഞിത്തട മോന ആംബുലൻസ് ഓടിക്കുന്നു. അപ്പം ഞാൻ അവരെ വിളിച്ച് ഇറക്കി, എന്താ ഇതുപോലെ കാര്യം, ആംബുലൻസ് അങ്ങോട്ട് പോകുന്നല്ലോ. അപ്പോൾ അവർ ഇറങ്ങി എന്നിട്ട് പറഞ്ഞ് എന്താണെന്ന് അറിഞ്ഞില്ലെന്ന്. വളരെ കൂളായിട്ട് നിന്ന്. അല്ല അന്നേരം അവൻ അവിടെ ഇല്ല. ഇങ്ങനെ ഈ ആൾക്കാർ വന്ന് ഓരോരുത്തർ ഇങ്ങനെ കയറി ഇറങ്ങുകയും ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ എന്താണെന്ന് അറിഞ്ഞില്ല. അപ്പം വേറൊരാൾ വന്നിട്ട് ചോദിച്ച് അവൻ എപ്പോഴാ അവരെ തട്ടിയെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ ചോദിച്ചു ആര് തട്ടിയാ? എന്ന് പറഞ്ഞ് ഷഹനാസ് അവൻ്റെ ഉമ്മച്ചാമ്മായ കൊന്നല്ലോ എന്ന് പറഞ്ഞു. ആയിരുന്നു. അവരെ ഇതിനു മുമ്പ് നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ട്. അത് അവരെ വളർത്തിയതല്ല. ഞാൻ ഇവിടെ വന്ന ആളല്ലേ, എന്നെ കെട്ടിക്കൊണ്ട് വന്നില്ലേ.
അവര് അപ്പുറത്ത് തന്നെ അപ്പൊ താമസിച്ചു. അങ്ങനെ മനുഷ്യത്വം തീരെ ഇല്ലാത്തവനാ. ഇല്ല നിങ്ങളും കൊണ്ട് കേസ് കൊടുത്തവനെതിരായിട്ട്? ഞങ്ങള് കേസ് കൊടുത്ത് ഇവിടെ കയറി നമ്മുടെ മില്ലിൽ കയറി സ്ഥാപനത്തിലിരുന്ന മെഷീനറികളും മൊത്തം വണ്ടിയെല്ലാം അടിച്ചു പൊട്ടിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം. പിന്നെ അതിനുശേഷം അതിൻ്റെ കേസ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോന് ഇതുപോലെ മദ്രസയിൽ പോയപ്പോൾ അന്ന് അവനിക്ക് 10 വയസ്സേ ഉള്ളൂ. 2021 അപ്പോൾ മദ്രസയിൽ പോയി ഇതുപോലെ വഴിയിൽ അവിടെ ഗേറ്റിൻ്റെ അടുത്ത് വെച്ച് തടഞ്ഞു വെച്ച് കുഞ്ഞിനെ പുറവശത്തൂടെ പിടിച്ച് കഴുത്തിന് കത്തി വെച്ച് വരഞ്ഞ് കൊല്ലാനായിട്ട്. അത്ര ക്രിമിനൽ. അങ്ങനെ പിന്നെ കണ്ടിട്ട് ഓടി, അവിടെ നിന്ന് കണ്ടവർ ഓടി വന്നപ്പോഴത്തേക്ക് ഇവൻ വിട്ടിട്ട് ഓടിക്കളഞ്ഞു. അത് എന്തോ അമ്മക്കറിയത്തില്ലല്ലോ. നാട്ടുകാർക്കെല്ലാം ശല്യം കൊണ്ട് മൊത്തം ശല്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 വർഷം ജയിലിൽ കിടന്നു. ഞാൻ ചോദിക്കുന്നത് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമ്മയാ? തീർച്ചയായിട്ടും. അങ്ങനെ ഇവിടെ പ്രശ്നം നടന്നപ്പോൾ മുന്താസ പറഞ്ഞത് പോയി അടിയടാ, ഇനി കേസിന്റെ പുറത്ത് കേസില്ലല്ലോ, ഇനി എന്തെങ്കിലും ചെയ്തിട്ട് വരാൻ പറഞ്ഞു. മകൻ പോകുന്നു, അമ്മ പോയി ഇറക്കുന്നു അല്ലേ? അത് തന്നെ. മെഡിക്കൽ പിന്നെ മെന്റലിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വെച്ചോണ്ടാ പോയി ഇറക്കിക്കൊണ്ടുവരുന്നു. മകനെ വെച്ച് അമ്മ കളിക്കുമല്ലേ? അതാണ് സത്യം. അങ്ങനെ പിന്നെ അതിനുശേഷം ഈ അടുത്ത സമയം കൊണ്ട് ഇവിടെ എല്ലാം ഒരു പുത്തൻചന്തയിലും അങ്ങനെ എല്ലാം ഈ വട്ടത്തറ അമ്പലത്തിന്റെ അടുത്ത് അപ്പുറത്തെ കടകളിൽ കയറി പാട്ടയോടെ എണ്ണ മോഷ്ടിച്ചുകൊണ്ട് വന്ന് നിലവിളക്കുകളും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കാശിന് വേണ്ടി. അപ്പൊ എല്ലാവർക്കും നാട്ടുകാർക്കെല്ലാം ശല്യം, മൊത്തത്തിൽ ശല്യം. ഇതിപ്പോ അമ്മയെ കൊന്നല്ലോ, അതുകൂടെ നിങ്ങൾക്ക് കുറച്ച് പേടിയായില്ലേ? തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവർക്കും പേടി. അപ്പൊ ഞങ്ങള് ഇതുവരെ ഒന്നും പ്രതികരിക്കാതിരുന്നത്, കാരണം പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വീണ്ടും വഴക്കിനായിട്ട് വെക്കും. നമ്മൾ എങ്ങനെയും ഉന്മൂലനം ചെയ്യാനേ നോക്കത്തുള്ളൂ. അല്ലേ, ഈ അമ്മൂമ്മ കൊന്ന് കഴുത്തിന് കീഴ്ത്ത് വെച്ചിരുന്നു, കഴുത്ത് മുറിച്ചിട്ട്? കഴുത്ത് മുറിച്ചായിട്ട് അറിഞ്ഞില്ല, വലിഞ്ഞു മുറുക്കി കഴുത്തിൽ പാടുണ്ടെന്ന് പറഞ്ഞു. കട്ടിന്റെ കീഴ്ത്ത് വെക്കാനുള്ള കാരണം എന്താ? അത് മറപ്പിച്ച് വെച്ചായിരിക്കും. അത് അവർക്ക് ഉമ്മയ്ക്ക് അവരുടെ മുന്താസിന് അറിയായിരിക്കും. അതെനിക്കറിയാം, മുന്താസ് ആ സമയത്ത് ഇല്ലായിരുന്നെന്ന്. എന്തിനു വേണ്ടി അങ്ങനെ ചെയ്തത് ഇപ്പൊ കാശിനായിരിക്കാം. കാശിന് നിരന്തരം അവിടെ അടി കിടക്കുന്നുണ്ട്, രാത്രിയും പകലും ഒക്കെ അടിയാ. കാരണം ഇവന് കഞ്ചാവിന് വലിക്കാൻ വേണ്ടി കാശ് വയ്ക്കുമ്പോ കൊടുക്കാത്തതിന് നിരന്തരം. വരുമാനം ഉണ്ടോ? പൈസ കൊടുക്കാനുള്ള പെൻഷനും ഈ ഓരോരുത്തരൊക്കെ കാണാൻ വരുന്നവരെന്തെങ്കിലുമൊക്കെ ചില്ലറ അതിവന് വേണം. ഇത്രയും ആണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഇവനെതിരെ ഒരു നിയമ നടപടിക്ക് ഒന്നും എടുക്കാൻ ഒക്കത്തില്ലായിരുന്നു. പരാതി നമ്മുടെ പ്രശ്നത്തിന് നമ്മള് പോയതാ. പിന്നെ ഇവിടെ എല്ലാരും ആൾക്കാരെ ഒപ്പ് പഠിക്കാൻ വേണ്ടി ഒപ്പ് ശേഖരണം നടത്തി എല്ലാരും ഒപ്പ് മാത്രം ഇട്ട് തരും. മറ്റേ അഡ്രസ് എഴുതാതെ എങ്ങനെ 10,000 കണക്കിന് ഒപ്പ് വേണമല്ലോ എടുത്തുകൂടെ? പൊതുശല്യമായിട്ട് നിങ്ങൾ അങ്ങ് തീരുമാനിച്ച് ഒപ്പ് ശേഖരണം നടത്തി പക്ഷെ നടക്കത്തില്ല. നാട്ടുകാര് അതിൽ നിന്നെല്ലാം നമ്മളെ കൊണ്ടുവന്ന് കൊടുക്കേണ്ടടുത്ത് കൊടുത്തപ്പോൾ അവിടെ നിന്നെല്ലാം വലിച്ചു വരി കൊണ്ടുവന്നേ ഉള്ളു. ഈ നാട്ടുകാർ ആരും അവനെ അംഗീകരിക്കുന്നില്ലായിരുന്നു നേരത്തെ ഈ സംഭവത്തിൽ? ആരുമില്ല. ഇവിടുന്ന് നിങ്ങൾ അങ്ങ് ഈ ചവറ പഞ്ചായത്ത് മൊത്തം തിരക്കാൻ പറ്റില്ല. ഒരു കാരണവശാല് ഇദ്ദേഹത്തിന് അംഗീകരിക്കത്തില്ല. ഇവൻ എങ്ങനെ ഇങ്ങനെ ക്രിമിനൽ ആയത് എങ്ങനെയായിരുന്നു? ക്രിമിനൽ എന്ന് വെച്ചാൽ അവന് 8ാം ക്ലാസ് തൊട്ടാണ് ഈ ഒരു മൈൻഡാ. 8ാം ക്ലാസ് മുതൽ അന്ന് തൊട്ട് ഈ മോഷണം കാര്യങ്ങളൊക്കെ മൈൻഡ്, എല്ലാ പരിപാടികളും. മോഷണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനു വേണ്ടി പൈസയ്ക്ക് വേണ്ടി മോഷ്ടിക്കുമല്ലോ. വീട്ടുകാര് കൊടുത്തില്ല പിന്നെ അങ്ങനല്ല പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പറയുന്നത് സ്വന്തം വളർത്തിയ അമ്മൂമ്മയൊക്കെ കൊല്ലണമെങ്കിൽ അവന്റെ ഒരു മാനസികാവസ്ഥ എന്തോയിരിക്കും? മാനസികാവസ്ഥ കാശിന് വേണ്ടിയായിരിക്കും. കാശിന് വേണ്ടി അമ്മൂമ്മയുടെ പെൻഷന്റെ പൈസ ഉണ്ട്, അത് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കാണും അല്ലേ? കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു കാണും. ചില അവർക്കെല്ലാം എല്ലാം കിട്ടുന്നതൊക്കെ ഇല്ല, അന്നേരം അങ്ങനെ വാങ്ങിക്കാൻ വേണ്ടി ചെയ്തായിരിക്കാം. ഈ കട്ടിന്റെ കീഴ് ഒളിപ്പിച്ചൊക്കെ ഉള്ള കാരണം മറവ് ചെയ്യാൻ വേണ്ടി പരിപാടി ആയിരിക്കാമോ? അതിനെപ്പറ്റി ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ വരുന്നത്. ഇവനെ അവരെ ബോഡി കൊണ്ടുപോയി ഇവനെ പിടിച്ചുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ വരുന്നത്, ഞാൻ തന്നെ വരുന്നത്. ഇപ്പൊ എന്തായാലും കുറച്ചൊരു ആശ്വാസമായോ നമുക്കോ? ആശ്വാസം ഒന്നും പറയാൻ പറ്റത്തില്ല. അവര് ഇറക്കും, അത് നമുക്കറിയാം. അമ്മ തന്നെ അതിന്റെ പിന്നിൽ ആൾക്കാരുണ്ട്. 3-4 പ്രാവശ്യം പല കേസിനകത്തായ ഈസി ആയിട്ട് ഇറക്കിക്കൊണ്ട് വന്നതാണ്. അല്ല, ആരങ്ങനെ ആവശ്യപ്പെടുന്ന കുടുംബക്കാരല്ലേ ഉള്ളൂ, വേറെ നാട്ടുകാർക്കൊന്നും ആവശ്യമില്ലല്ലോ അവനെ. കുടുംബക്കാർക്കും അവർക്കും ആവശ്യമില്ല, തള്ളയ്ക്കുള്ള ആവശ്യം. അവനെ ഇറക്കിക്കൊണ്ട് വന്നു. എല്ലാരും എതിരാ. പണ്ടോട്ട് അച്ഛൻ ഉപേക്ഷിച്ച് അങ്ങ് പോയി. അച്ഛന് ഉപേക്ഷിച്ചെന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിലാ. ഏത് പ്രശ്നത്തിൽ? ഇവന്റെ സ്വഭാവം ഉണ്ടോ? ഇവന്റെ സ്വഭാവം അമ്മ മുഖ്യ വിഷയം അവന്. പിന്നെ നമ്മുടെയൊക്കെ അയൽ വീട്ടുകളിലെല്ലാം കയറി പ്രശ്നങ്ങൾ നടത്തുന്നതിന്റെ പേരിൽ അവര് അദ്ദേഹം ഉപേക്ഷിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ആർക്കും അവരെ പറ്റി മൈനസ് പോയിന്റ് ആണ്, പ്ലസ് പോയിന്റ് ആയിട്ടൊന്നുമില്ല. എന്നും വഴക്ക് കേൾക്കും മിക്കവാറും. അവിടെ എന്നും വഴക്ക്.
ഈ അമ്മൂമ്മയായിട്ടാണോ ഈ മുന്താസോട്ടാണോ എന്ത്? ആ ഈ മുന്താസും തള്ളയും എല്ലാരുമായിട്ട് തള്ള ഇപ്പൊ കൊണ്ടുവന്ന അവരെ ബന്ധു വീട്ടിലായിരുന്നു. അമ്മൂമ്മ അവര് പ്രായത്തിന്റെ ഇതുകൊണ്ട് ആർക്കും നോക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങോട്ടും അങ്ങോട്ടും. മോളുള്ളപ്പം പിന്നെ ബാക്കിയുള്ളവർ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഉള്ളു. ഇവര് മോനെ പോലീസ് പിടിച്ചെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് ഈ മുന്താസ്? അതോ അത് ഇത് എല്ലാവരുടെ പിടിച്ചു കഴിഞ്ഞപ്പം പിന്നെ വേറെ ഇവരെ മുമ്പിലൊരാളാവണം, അത്രയേ ഉള്ളൂ. ആൾക്കാരുടെ മുമ്പിലൊരു നല്ല പുള്ളി ചമയണം, അതിനുവേണ്ടി മാത്രം ചെയ്യുന്നതാണ്, അല്ല വേറെ ഒന്നും. വിഷമം കൊണ്ടൊന്നും അല്ല അല്ലേ? അല്ല, അത് വിഷമമൊന്നും ഉള്ള വ്യക്തിയല്ല, അങ്ങനെ വിഷമിക്കുന്ന ഒരാളല്ല. പേടിയൊന്നും ഇല്ല, നമുക്ക് പേടിയൊന്നുമില്ല, നമ്മുടെ നേരെ വന്നിട്ടില്ലല്ലോ. ഉമ്മക്ക് ഭയങ്കര പേടി. നമുക്ക് പേടിയേണ്ട പെണ്ണുങ്ങളില്ല, അവർക്ക് പേടി വരുമല്ലോ സ്വാഭാവികമായിട്ട് അവരെ കാണുമ്പോൾ. അല്ല നമുക്ക് പേടിയില്ലല്ലോ. ഈ മുന്താസിന് മോനെ എല്ലാവർക്കും പേടിക്കേണ്ട കാര്യം എന്താ? അവനെ പേടിക്കേണ്ട കാര്യമില്ല, അവൻ മനുഷ്യനല്ലേ, വല്ല മൃഗമൊന്നും അല്ലല്ലോ, ആരെയും കൊല്ലത്തൊന്നുമില്ലല്ലോ. അവര് ഉമ്മയെ കൊന്നയില്ലല്ലോ, അതാ വേറെ വീട്ടിൽ കയറിയൊന്നും കൊന്നില്ലല്ലോ. അല്ല ഉമ്മയെ കൊന്ന സ്ഥിതിക്ക് നിങ്ങളെ കൊല്ലാതിരിക്കും തോന്നുന്നുണ്ടോ? നമ്മളെ കൊല്ലാൻ വരുമ്പോൾ നമ്മൾ അതിനുള്ള മാർഗം കാണും വേറെ. നമ്മുടെ വീട്ടിൽ ഇനി കയറുമ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനി വീട്ടിൽ കയറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവൻ ബാക്കിയുള്ള പരിപാടി നമ്മൾ അന്നേരം ചെയ്യും. അവരുമ്മയെ ഒന്നും നോക്കത്തില്ല. അന്ന് അവർ ഉമ്മയെ നോക്കിയാണ് നമ്മൾ വിട്ടത്. നമുക്കും ഉമ്മമാരുള്ളതാണ്, നമ്മളെ കരഞ്ഞ് കാല് പിടിച്ചപ്പോൾ നമ്മൾ വിട്ടത്. ഇനി അവൻ വന്നു കഴിഞ്ഞാൽ അവനെ തീർക്കത്തേ ഉള്ളൂ, അത് വേറെ കേസൊന്നുമില്ല. അല്ല വേറെ കേസൊന്നുമില്ല, കൊന്നുള്ളതേ ഉള്ളൂ. അല്ല സ്വന്തം ഉമ്മാമ അല്ല അമ്മൂമ്മ കൊന്ന ഒരാൾക്ക് ഒരു മനസാക്ഷി ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, അവന് മനസാക്ഷി ഇല്ലാത്തതുകൊണ്ടല്ലേ അവനത് ചെയ്തത്. അവനുള്ള കള്ളം കഞ്ചാവ് അടിച്ചിട്ട് ചെയ്ത പരിപാടിയായിരിക്കും. നിങ്ങളൊന്നും ഒരു സുഹൃത്തുക്കായിട്ട് കൂട്ടിയിട്ടില്ല? ഇല്ല, കൂട്ടിയിട്ടില്ല. അവന് നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലയോ? ഇല്ല, അവന്റെ സുഹൃത്തുക്കളെ ഇതേപോലത്തെ ടീമായിരിക്കും. കഞ്ചാവ് അടിക്കുന്ന പിള്ളേരായിരിക്കും അവന്റെ സുഹൃത്തുക്കള്. നമ്മുടെ ആ രീതിയിൽ പോകുന്നില്ല. നമ്മൾ രാവിലെ ജോലിക്ക് പോയി നമ്മൾ തിരിച്ചു വരുന്നു, നമ്മുടെ വീട്ടിൽ കയറുന്നു. അത് ഇവരുടെ അടുത്തെല്ലാം ചോദിച്ചാൽ മതി. നമ്മളെ കാണിക്കാത്തൊന്നും അല്ല, നമ്മൾ ബൈക്കുണ്ട്, ബൈക്കിനകത്തെല്ലാം നമ്മൾ കറങ്ങുന്നത്, ഒത്തിരി കറങ്ങിയിട്ടുണ്ട്. പണ്ട് തൊട്ടേ ക്രിമിനൽ മെന്റാലിറ്റി അല്ലേ? ഇവിടുത്തെ പയ്യനെയും കത്തി വെച്ച് പോന്തി അതെല്ലാം ചെയ്തു. ഇവിടെ നിന്ന് മില്ലടിച്ചു പൊട്ടിച്ചു, ഞങ്ങളുടെ വീട്ടിൽ കയറി ജനലടിച്ചു പൊട്ടിക്കുകയൊക്കെ ചെയ്തു. അന്നേരം നമ്മൾ ചെന്നപ്പോൾ ഒരു ഉമ്മ ഓർത്താണ് നമ്മളന്ന് വിട്ടത്. പോട്ടെന്നും പറഞ്ഞാൽ ഒരു ഉമ്മ കാല് പിടിച്ച് കരഞ്ഞ് എന്നെ ഓർത്ത് വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ വിട്ടിട്ട് പോയി. ആനയും ചെറുക്കൻ എടുത്ത് പാവം പിടിച്ചവൻ, അവൻ രാവിലെ ജോലിക്ക് പോയി. അവനാണ് ചെലവിന്. ഇങ്ങനെ വഷളാക്കിയത് ഉമ്മയല്ലേ? ഒരു ഉമ്മയാണ് അവര് വഷളാക്കി കളഞ്ഞത്. പറഞ്ഞ് മനസ്സിലാക്കിയത് ഇങ്ങനെ ആവത്തില്ലായിരുന്നു അല്ലേ? ഇല്ല, അവൻ ആദ്യമേ നന്നാക്കി എടുക്കാമായിരുന്നു. ആൾക്കാരെന്തെങ്കിലും ചെയ്യാൻ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് എൻ്റെ മോനല്ലേ അങ്ങനെ നടക്കുന്നത്, ആദ്യം നിങ്ങൾ നന്നാവാനാ പറയുന്നത്. 14-ാമത്തെ വയസ്സിൽ അവനെ കഞ്ചാവായിട്ട് ചൊലയപ്പാടത്തു നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചാൽ ഈ കൊണ്ടുവന്ന ആൾക്കാരെല്ലാം നല്ലതാണെന്ന് ചോദിച്ചു. ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല, ആരും പ്രതീക്ഷിക്കുന്നില്ല. എല്ലാവരും അപ്പുറത്തെ ഒരു കല്യാണ വീട്ടിലോട്ട് എല്ലാവരും പോയ സമയത്താണ് ഈ പരിപാടി അവൻ നടത്തിയത്. ആ വീട്ടിൽ ആരും കാണത്തില്ല, ആരും ഇല്ലായിരുന്നു. അവർ ഉമ്മായും ഇല്ലായിരുന്നു, അനിയനും ഇല്ലായിരുന്നു. അവൻ ജോലിക്ക് വരുന്നതിന് ഇളയിറക്കം. ഇവൻ ഉമ്മ മാത്രമേ ഉള്ളായിരുന്നു. നമ്മളെ ഏരിയയിലില്ല. ഞാൻ രാവിലെ എന്തെങ്കിലും വഴക്കുവെല്ലാം കേട്ടായിരുന്നു ആരെങ്കിലും? ഞങ്ങളാരും കേട്ടി. ഞാൻ ജോലിക്ക് വരുന്നത്, ഞാൻ വന്നപ്പോഴേ അറിയുന്ന സംഭവം. അപ്പോൾ കൂട്ടുകാരന്മാരെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോരുത്തർ ചോദിക്കുന്നത് എന്താ, ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞാൽ കഴുത്തറുത്ത് കട്ടിലടി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ട് പോയില്ല, ഞാൻ വന്നതേ ഉള്ളൂ ജോലി കഴിഞ്ഞു. അത്രയും ഭീകരത കാണിച്ചല്ലേ? ഇവിടെ നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നു. നാട്ടുകാരെല്ലാം അടിക്കണമെന്നും പറഞ്ഞാൽ നിന്നത്, എന്നിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു. ഇനി അവൻ വന്നാൽ എന്തായാലും സ്വീകരണം. ഇനി അവന് തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ എന്തായാലും അതിനെക്കാട്ടി വലിയ അവർ ഫോഴ്സായിട്ടേ വരുന്നത്, പോലീസുകാരായിട്ട് വരുത്തുള്ളൂ. അന്ന് 4 പോലീസുകാരെ ഉള്ളത്. നാട്ടുകാർ കലിപ്പ് നിൽക്കുമോ അല്ലേ? കലിപ്പ് നിൽക്കുക എന്ന് വെച്ചാൽ അന്ന് 4 പോലീസുകാർ വന്ന് 2 ASയുടെ കൈയൊക്കെ ഒടിഞ്ഞു, വിരലൊടിഞ്ഞു 2. പക്ഷെ ഇവരൊക്കെ എത്രയും ഉണ്ടായിട്ട് നാട്ടിലിരുന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാൻ ആർക്കും തയ്യാറാവുന്നില്ലല്ലേ? ആരെങ്കിലും വേണ്ടേ, ആരും വരണ്ടേ? നാട്ടുകാരെങ്കിലും വന്നാലല്ലേ നമുക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. എല്ലാവരും പേടിച്ച് വീട്ടിൽ കയറി ഇരുന്നാലും എന്തോ ചെയ്യും?